അപ്പോൾ അതെ ഇന്നൊരു സോളോ റൈഡാട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗ് റൈഡായിട്ട് നേരെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കന്നൂർ എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ അങ്കമാലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹൈവേ നിന്ന് കട്ട് ചെയ്ത് കുറച്ച് ഉള്ളിലേക്ക് കയറിയുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏഴാറ്റുമുഖത്തേക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് റൈഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് പാതിരാത്രി ഇറങ്ങി പോകുന്ന കേട്ടോ. 1:15 ആയതിന് ഇറങ്ങി പോകുന്നതാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. നമ്മളൊരു 56 കിലോമീറ്റർ ഇതുവരെ കവർ ചെയ്തു. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ നമുക്ക് ഏഴാറ്റുമുഖത്തേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ മൂക്കന്നൂരിൽ നിന്ന് വന്നിട്ട് 5:20 ഇപ്പോൾ നമ്മളൊരു ജംഗ്ഷനിലെത്തി കേട്ടോ. ഇത് ഈ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിരപ്പള്ളി റൂട്ടാണ്, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ലെഫ്റ്റ് എടുത്താൽ ഈ വഴി കിടക്കുന്നത് ചാലക്കുടിക്കാട്ടോ. സമയം 5:20 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 6 മണി ആവാതെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ, അതായത് ഏഴാറ്റുമുഖം ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. 6 മണി ആവാതെ അത് ഓപ്പൺ ചെയ്ത് തരില്ല. അത്രയും സമയം പോസ്റ്റായിട്ടോ. ഏഴാറ്റുമുഖം ചെന്നിട്ട് വെറ്റിലപ്പാറ ഒന്ന് കാലടി പ്ലാന്റേഷൻ അല്ലേ, അതിലെ തിരിച്ച് മലയാറ്റൂർ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അത് തന്നെ കല്ലാല എസ്റ്റേറ്റ്. ആനയുണ്ടാവില്ലേ ഇപ്പം? ചെക്ക് പോസ്റ്റ് 6 മണി ആയിട്ട് തുറക്കുള്ളൂ അല്ലേ? അതെയോ? ഓക്കെ. മൃഗങ്ങളായാലും നമ്മള് നേരിട്ട് അവർക്കും പേടിയാവും. പിന്നെ അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. തുറന്ന് കിടക്കുന്നുണ്ട്, നമ്മളെ കയറ്റി വിടുമോ? വേറെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതെ സമയം 6 മണി കഴിഞ്ഞോ. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല കേട്ടോ. ശരിക്കും നല്ല ഇരുട്ടാണ്. അപ്പം ഇപ്പം ഇതുവഴി അങ്ങ് പോയി കഴിഞ്ഞാൽ റിസ്ക് കേട്ടോ. കാര്യം പറഞ്ഞാൽ ചെക്ക് പോസ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ്. നമുക്ക് ഇപ്പോൾ പോയി കണ്ടത് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. കുറച്ച് നന്നായി നേരം വെളുത്തിട്ട് കയറുന്നു. അല്ലല്ല, ഇതിൽ കയറി പോകാനായിട്ടേ. ഓക്കെ, എന്തായാലും നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു കേട്ടോ. ഇനി നോക്കുന്നില്ല, നേരെ പോവാം കേട്ടോ. അതൊക്കെ വെട്ടം വീണ് തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതേ നേരെ കിടക്കുന്ന വഴി നമ്മുടെ അതിരപ്പള്ളിക്കുള്ള കേട്ടോ. ഈ ലെഫ്റ്റ്, ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏഴാറ്റുമുഖം ഒരു പാലമൊക്കെ എല്ലാം കൂടെ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ അതിരപ്പള്ളി റൈഡിൽ കാണിച്ചാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു റൈഡിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു 150 കിലോമീറ്റർ ടാർഗറ്റ് ചെയ്തേക്കുവാണ്. ഒരു റൗണ്ട് ട്രിപ്പ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ വന്ന് അങ്കമാലിയിൽ നിന്ന് കയറി ഈ റൂട്ട് വന്ന് തിരിച്ച് കാലടി പ്ലാന്റേഷൻ മലയാറ്റൂർ വഴി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു 150 കിലോമീറ്റർ. നല്ല ചൂട്, തണുപ്പത്തൊന്ന് കയറിയത് ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു വ്യൂ കണ്ടോ, പുഴ ഒഴുകുന്നുണ്ടോ, ഏക്കർ കണക്കിന് ഇതാട്ടോ, എണ്ണപ്പനകളാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിട്ടോ, വെറ്റിലപ്പാറ എത്തി നമ്മൾ. എന്നടാ അങ്ങനെ കൊടുക്കാൻ ബിസ്ക്കറ്റൊന്നും ഇല്ല കേട്ടോ ഈ കടയിൽ. ബൂസ്റ്റ് തന്നെ പട്ടീനെ കണ്ടിട്ടുണ്ടോ? തിന്നോ, മൊത്തം തിന്നോടാ. കണ്ടോ നൈസായിട്ട് തിന്നു നോക്കി, ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. തിരിച്ചു പോകാം കേട്ടോ. കാലടി പ്ലാന്റേഷൻ വഴി മലയാറ്റൂരി എന്ന് കുറുപ്പംപടി മൂവാറ്റുപുഴ വഴി നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. അതായത് സൺറൈസ് കണ്ടോ, അടിപൊളി. അന്ന് നമ്മൾ വന്നതിന് നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ്, ചെറിയൊരു മഞ്ഞൊക്കെ ആയിട്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം 73 കിലോമീറ്റർ ഇവിടെ വരെ വീട്ടിൽ നിന്ന് പോന്നിട്ടായിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമോ? 150 ആവില്ല എന്ന് തോന്നുന്നു. എന്നാലും ഒരു 150 അടുത്ത് വരും. 150 കിലോമീറ്റർ റൗണ്ട് ട്രിപ്പാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേനും ഈ ഒരു റൂട്ട് കുഴപ്പമില്ല. അപ്പ് ആൻഡ് ഡൗൺ ചെല്ലുമ്പോഴത്തേനും ഒരു 150 കിലോമീറ്റർ അടുത്ത് കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ പോകട്ടോ.
ഇറക്ക വീഴാൻ മതി. നല്ല തണുപ്പ്. അപ്പോൾ നമ്മൾ കാലടി പ്ലാന്റേഷൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കയറി കേട്ടോ. കണ്ടോ റബ്ബർ തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ആന ഉണ്ടോ എവിടെയും? ആന പോയി. അതെയോ? അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇ ബൈക്കായിട്ട് വന്ന ആ ഒരു സെയിം വഴിയാനായിട്ട് നമ്മളിപ്പം നമ്മുടെ സ്വന്തം ഹൈബ്രിഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം പൊളിഞ്ഞ് കിടക്കാം കേട്ടോ. ഇപ്പം അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. മൊത്തം ടാർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഇതിൽ വരാൻ. കുറേ ദൂരം മോശം വഴിയാണ്. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. ഇനി മലയാറ്റൂരൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല വെയിലാവും. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ അകത്തോടെ ഇഷ്ടം പോലെ ഒരു ടൈപ്പ് ചെടി ഇത് കണ്ടോ വളർന്നു നിൽക്കണേ. ഈ കൂവച്ചെടിയുടെയൊക്കെ ഇല പോലെ ഉണ്ടേ. കൂവയില്ല, ഈ മലയിഞ്ചി കൂവ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇല പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് നിൽക്കണ നോക്കി. നല്ല രസം കേട്ടോ നിൽക്കണതാണ്. ചേട്ടാ അത് എന്ത് ചെടിയാണ് ചേട്ടാ നിൽക്കണേ വളർന്ന്? അത് കുളവാഴ. ആ ഞാൻ കൂവയാന്ന് പറഞ്ഞത്. അല്ലല്ലേ, ഇത് നിറച്ചുണ്ടല്ലേ? നിറച്ചുണ്ടല്ലേ? എന്തിനും മരുന്ന് അങ്ങനെ വല്ലതാണോ? അത് ചുമ്മാ ഉപയോഗമുള്ള ചെടിയാണോ? ഇതങ്ങനെ ഉപയോഗമൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇത് എത്ര വർഷമായി നിൽക്കണം ഇവിടെ. ആ നല്ല രസം കാണാൻ. ആ ഗിയറുണ്ട്. ആന ഇപ്പം ആനയില്ലല്ലേ? ആ നല്ല രസമുണ്ടോ കാണാൻ. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഏരിയ കേട്ടോ. ഇത് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ചതുപ്പാട്ടോ, ചെറിയൊരു അരുവി എന്താണ് ഒഴുകുന്നതൊക്കെ. നല്ല രസം. അതിങ്ങനെ തിക്കായിട്ട് ഒരുമിച്ച് നിൽക്കണതാണ് നല്ല ഭംഗി കേട്ടോ. മൊത്തം കാട്ടുതീ കയറി വരാതിരിക്കാനായി ഇത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തേ ആ ചെടി മറ്റേ കുളവാഴ കണ്ടോ അതൊക്കെ കണ്ടില്ലേ? ഇത് നിറച്ചുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിൽ വന്നപ്പോഴത്തേനും റബ്ബർ മരങ്ങളൊക്കെ മൊത്തം ഇലയൊക്കെ പൊഴിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതേ തളിരിട്ട് തുടങ്ങി കേട്ടോ. നല്ല രസമാണ്, നല്ല തണലാണ്, നല്ല സുഖമായിട്ട് ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്യാനായിട്ട്. ആ കാണുന്ന ഒരു ഏരിയയിൽ അവിടെ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. അവിടെ ചെറിയ ചതുപ്പ്, ഒരു ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. രാവിലെയൊക്കെ വന്നാൽ നമുക്ക് ആനയെ കാണാൻ പറ്റും. അവിടെ ഇതുണ്ടോ ഇലക്ട്രിക് ഫെൻസിങ് കണ്ടോ? ആനയും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പാലം കണ്ടിട്ട് കയറുക കേട്ടോ. ഒരു അടിപൊളി ഒരു പാലം. കൊള്ളാട്ടോ. ഒരു സൈഡ് ഈ കൈവരിയൊക്കെ പോയതാണല്ലോ. അടിപൊളി ഒരു സ്പോട്ട്. വേറെ ഒന്നുമില്ല, ഈ ഒരു കോൺക്രീറ്റ് പാലം. അതൊരു പ്രത്യേക ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതുണ്ടോ പഞ്ഞിമരം, ഇത് പഞ്ഞിക്ക കേട്ടോ, പഞ്ഞിക്ക. ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേനും ആ കറക്റ്റ് ആ ഒരു കോട്ടൺ പോലെ ആ ഒരു ഫോമിലേക്ക് ആകും കേട്ടോ. ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ പടവലങ്ങയുടെയൊക്കെ ഉള്ളു പോലെ ഇരിക്കും. ഇത് ഉണങ്ങി ഇത് പൊട്ടും തന്നെ. പണ്ട് ഇത് വെച്ചിട്ട് ഈ കിടക്ക തലോണയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഞാൻ ദയിലെ ആ ഒരു പാലത്തിൻ്റെ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്നാൽ കേട്ടോ. ഒരു തുരുത്ത് മറ്റേ നല്ല ഷേപ്പിലുള്ള കല്ലുകൾ ഇഷ്ടം പോലെ കേട്ടോ, ചുരുളൻ കല്ലുകൾ. അപ്പർ സൈഡിൽ നിന്ന് നല്ല രസമായിട്ടോ കാണാൻ. കുറേ ആൾക്കാരെ കൂടി നിൽക്കുന്നുണ്ടല്ലോ. എന്താ സംഭവം? മൊത്തം ലോറിക്കാരാട്ടോ. കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളാണേ. കണ്ടോ, ഇത് ക്ലാസ്സൊന്നും ഇല്ലേ? ഇത് നമ്മുടെ മാമലക്കണ്ടമൊക്കെ പോലെ. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, അത് വലിയ മല. നല്ല രസമാട്ടെ. ഗ്രൗണ്ടിൻ്റെ ഇവിടുന്ന് അടിപൊളി വ്യൂ.
ഫോറസ്റ്റ്. പിള്ളേരും ബഹളമൊന്നും ഇല്ല, ഒന്ന് ക്ലാസ്സിൽ വന്നോ, അത് അടച്ചിട്ടേക്കാണല്ലോ. ഒരു നാരകം നിൽക്കുന്നുണ്ട് ഇവിടെ, മറ്റേ ബമ്പിളി നാരങ്ങ, ബമ്പിളി. ഓക്കെ, പൈത്ത വേണ്ട, ഇതെങ്ങനെ പൊട്ടിക്കും ഇനി? നമുക്ക് ചതയാതെ താഴേക്കിടാം. ഓക്കെ, മതി. ഇറങ്ങണമെങ്കിലാണ് ഷൂട്ടുണ്ട്. പിന്നെ പണിയായോ ഇരിക്കേണ്ട ഒരു നമ്മുടെ സൈക്കിളിൻ്റെ അകത്ത് എലങ്കി സെറ്റ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇതൊക്കെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന സാധനം. ഓ സൂപ്പർ കേട്ടോ, പഴുത്താണേ, കണ്ട പറിച്ചെടുക്കാനാണ്. ഇത് പൊളിച്ച് കഴിയുമ്പോഴത്തേനും ഒട്ടുമില്ല കേട്ടോ, അതിൻ്റെ പകുതിയായി. നാരങ്ങ വേണോ? നിങ്ങളിത് കഴിക്കുമൊന്നുമില്ലേ? പറിച്ച് കഴിക്കണാണോ? എന്നാ എടുത്തോ എന്നാ കുറച്ചെടുത്തോ. അതെയോ? എന്നാ എടുത്തോ, ഒരു പീസ് എടുത്തോ. ശരിക്കും പഴുത്തില്ല കേട്ടോ, ഇത് കയ്പുണ്ട്. ഞാനത് പുറമേ കണ്ടപ്പോൾ പഴുത്തെന്ന് ഓർത്തേ. ഭയങ്കര നൊസ്റ്റാൾജിക് ടേസ്റ്റാട്ടോ. ഈ ഒരു മരം കണ്ടിട്ടുണ്ടോ? ഇതാണ് സർപ്പഗന്ധി എന്ന് പറയും, കാനൻ ഫയർ ബോൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഉണ്ടോ, വലിയൊരു പീരങ്കയുടെ ഒരു വെടിയുണ്ട പോലത്തെ ഒരു കായ കിടക്കാണ്ടല്ലേ. ഒരു പൂവുണ്ടേ, നല്ല സ്മെല്ലാട്ടോ ഈ പൂവിന്. കണ്ടോ, ഇതാണ് ആ ഒരു സർപ്പത്തിൻ്റെ കണ്ടത്, കത്തി പോലെ ഇരിക്കുന്ന ഷേപ്പ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പേര് വന്നേക്കണേ. അപ്പോൾ എന്തായാലും വേല് മൂകുന്നതിന് മുമ്പ് നമുക്ക് മലയാറ്റൂർ പിടിക്കുന്നുണ്ടോ, ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് നമുക്ക്. ഒരു കാഴ്ച കണ്ടിട്ട് കയറി കേട്ടോ ഇങ്ങോട്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, ആ ഒരു ഫ്രെയിം നോക്കി, ഒരു പൂത്ത് നിൽക്കുന്ന ഒരു മരം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വീട്. എന്ത് മരമാണെന്നറിയില്ല, ഇല കുറവാട്ടോ, മൊത്തം പൂവാണ്. ആ ഒരു വീട് കണ്ടില്ലേ, മൊത്തം പൊട്ടി പൊളിഞ്ഞ്. എന്ത് പൂവാന്നറിയില്ല കേട്ടോ, എന്തായാലും നല്ല രസമുണ്ട്, ലൈറ്റ് പിങ്ക് കളർ കേട്ടോ. ആ വഴി ടാർ ചെയ്ത് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേനും എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങ് എത്ര വരെ ടാർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ റൈഡ് വരാനായിട്ട്. കുറേ ഭാഗം ഇപ്പോൾ പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചാടി പോരേണ്ടി വരും. ആൻഡ് ഹിയർ ഇസ് ദ ഫൈനൽ ചെക്ക് പോസ്റ്റ്. മലയാറ്റൂർ അടിവാരം എത്തിട്ടോ, നല്ല വെയിലായിട്ടത്. ഞാൻ ആം സ്ലീവൊക്കെ എടുത്തിട്ടു. ഇനി ഒരു 40 കിലോമീറ്റർ മേളിലുണ്ട് വീട് വരെ. ഗോപ്രോയുടെ ബാറ്ററി ചാർജ് തീരാറായി. ഞാനിന്ന് സ്പെയർ ബാറ്ററി എടുത്തില്ല, ഒരു ബാറ്ററി ഉള്ളൂ. ഇനി വീട്ടിൽ ചെന്നിട്ട് നോക്കാം ടോട്ടൽ എത്ര കിലോമീറ്റർ ആയി. 150 കിലോമീറ്റർ ആയല്ലോ നോക്കാം കേട്ടോ. ചേട്ടന്മാർ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ട കോർത്തിടുവാട്ടോ. ഓക്കെ, അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അയ്യോ, സമയം ഇപ്പം 1:10 കേട്ടോ. അപ്പോൾ നമ്മുടെ 144 കിലോമീറ്റർ 8 മണിക്കൂറും 29 മിനിറ്റും എടുത്തു കേട്ടോ. ആവറേജ് കിലോമീറ്റർ 16.9 കിലോമീറ്റർ. അങ്ങനെ ആവറേജ് നോക്കാറില്ല, കാരണം നമ്മൾ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മൾ 1:15 പോയിട്ട് 1:09. നമ്മുടെ റൈഡിങ് ടൈം എന്ന് പറയുന്നത് 8 മണിക്കൂർ 29 മിനിറ്റുമാണേ. കുഴപ്പമില്ല, നട്ടു വെച്ചാൽ നല്ല വെയിലായിട്ടോ. അക്കപ്പാ ഇട്ടായി വേണോ? ഞാൻ രാവിലെ 1:15 പോയതാ. അയ്യോ, അപ്പം ഓക്കെ ദെൻ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.